ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സാധാരണ ബിരിയാണി അല്ല, ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. അതായത് നമ്മൾ മൺകലത്തിലാണ് ഈ ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ബിരിയാണിയിലേക്ക് ഞാൻ പാക്കറ്റ് മസാല ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാജീരകമുണ്ട്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, പിന്നെ അല്പം കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചത് ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് കുരുമുളകും കൂടെ ഇതിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട, ഞാനിവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കിലോഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. പിന്നെ ഞാനിതാ ഇതുപോലെ ഒരു 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മസാലയിലേക്കും അതുപോലെ ചോറിലേക്ക് പൊരിച്ചെടുക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചോറിലേക്ക് വേണ്ട ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് നെയ്യ് തന്നെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓയിലും നെയ്യും കുറച്ച് രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയൊന്ന് നന്നായിട്ട് പൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരട്ടെ. പിന്നെ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉള്ളി പൊരിച്ചിട്ടില്ല ഈ ഓയിലാണ് ചോറിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോറും മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ വിളമ്പി വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വിളമ്പുന്നവരാണെങ്കിൽ ചോറിലൊരു യെല്ലോ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഉള്ളി പൊരിക്കുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഹാഫ് മൂപ്പായതിന് ശേഷം നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പ് മൂക്കുന്ന ആ ഒരു സമയം കൊണ്ട് കിസ്മിസൊക്കെ മൂത്തിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ രണ്ടും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി പൊരിച്ച ഓയിൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് ചോറിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു പാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കാം. മസാലയിലേക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വലിയ 2 തക്കാളിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് കസ്കസ് അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കസ്കസ് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് തൈരും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം.
ഈ സമയത്ത് മസാലയിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിതാ മൺകലത്തിലാണ് ഈ ഒരു ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കാറുള്ളത്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു മൺകലത്തിൽ വെക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മൺകലൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഞാൻ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മസാലയിൽ കുറച്ച് വെള്ളം വേണം കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് അടിയിൽ പിടിക്കും. ഈ മസാലയുടെ മുകളിൽ ഇതുപോലൊരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. ഈ മസാലയുടെ മുകളിലൂടെ ചോറിലേക്ക് ആവി കയറാൻ വേണ്ടിയിട്ട് ഇതാ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വാഴയില ഒന്ന് ചെറുതായിട്ട് കീറി കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ആ ബിരിയാണിയുടെ മസാലയുടെ സ്മെല്ലൊക്കെ ചോറിലേക്കൊക്കെ കയറിയിട്ട് ബിരിയാണിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത്. ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നാലുള്ള നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ ആ ചോറിൽ ഉപ്പുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക അത് മൂന്നും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജോക്കർ പറഞ്ഞിട്ടുള്ള ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഇട്ട ഉടനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 90% വേവായാൽ മതി. ഇപ്പോൾ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. എന്നിട്ട് വെള്ളം വാർന്ന ശേഷം നമുക്ക് ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ബാച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം മുഴുവൻ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ പൊരിച്ച് വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ അവിടെ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള എണ്ണ ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇടയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ കുറച്ച് മൈദയും വെള്ളം കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ബിരിയാണി ചെമ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ ഒട്ടിച്ച് വെക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ മൈദ ഞാനിതാ കലത്തിൻ്റെ ചുറ്റിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടാണോ എന്തോന്ന് അറിയില്ല, ഇതിന്ന് ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒരു അടപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. അപ്പോൾ അത് ഒട്ടി നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചിട്ടൊക്കെ ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഇട്ട് വെക്കുന്നില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കത്തി കഴിഞ്ഞതിന് ശേഷം ആവിയൊക്കെ നന്നായിട്ട് മുകളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മൈദയൊക്കെ ലൂസായത് കൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ഉള്ളിലൂടെ ആവി പുറത്തേക്ക് പോരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ അടപ്പെടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് ആവി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടും പുറത്തേക്ക് പോകാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടതിന് ശേഷം ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായി എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചത് കാരണം ആവി ഒട്ടും പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ആവിയൊക്കെ പറക്കുന്നുണ്ട് നന്നായിട്ട്. ഈ ഫോയിൽ പേപ്പർ മൈദയിൽ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോയിട്ടില്ല.
ഇനി നമുക്ക് ചോറും മസാലയൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ചോറ് മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഇല എടുത്തതിന് ശേഷം മസാലയും കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. മസാല ഇനി ചോറിൻ്റെ കൂടെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതാ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതായതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തോടുള്ള ഒരു മസാല റെഡിയാക്കിയാൽ മതി. പിന്നെ മൺകല ആയതുകൊണ്ട് എനിക്ക് കരിയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഴയില വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്